ഹലോ കുട്ടീസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 1ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ഒരു പാട്ടാണല്ലേ. അപ്പോൾ നമ്മൾ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ കഥ കേട്ടാലോ? കേൾക്കല്ലേ? ഓക്കെ. ഒരു ദിവസം നമ്മുടെ മുത്തുനബി തങ്ങൾ എന്ത് ചെയ്തു? ഒരു യാത്ര പോയി. എവിടേക്കാ പോകുന്നത്? ആകാശത്തിലേക്കാ, നമ്മുടെ അല്ലാഹു തആലേൻ്റെ അടുത്തേക്കാ പോകുന്നത്. അങ്ങനെ നബി തങ്ങൾ പുറപ്പെട്ടു. 7 ആകാശം കണ്ടു, എല്ലാ നബിമാരെയും കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു. അങ്ങനെ ആകാശത്തിലുള്ള എല്ലാം കണ്ടിട്ട് എന്ത് ചെയ്തു? ആകാശത്തിലെ ഏറ്റവും മുകളിലുള്ളൊരു സ്ഥലമുണ്ട്, സിദ്റത്തുൽ മുൻതഹ എന്ന് പറയും. അവിടെ എത്തിയിട്ട് നമ്മുടെ അല്ലാഹു തആല എന്ത് ചെയ്തു? നബി തങ്ങൾക്കൊരു സമ്മാനം കൊടുത്തു. എന്താ കൊടുത്തത്? നിസ്കാരം. അങ്ങനെ നിസ്കാരം എന്ത് ചെയ്തു? അല്ലാഹു നബി തങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു. എത്ര നിസ്കാരം കൊടുത്തു? 50 എണ്ണം. ഒരു ദിവസം 50 സമയം എന്ത് ചെയ്യുക? നമ്മൾ നിസ്കരിക്കാം. അങ്ങനെ നബി തങ്ങൾ അത് സ്വീകരിച്ച് തിരിച്ചു പോരാ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ എന്ത് ചെയ്തു? മൂസാ നബിനെ കണ്ടു. മൂസാ നബിയോട് പറഞ്ഞു എന്തേ ഇങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയ കാര്യം. മൂസാ നബി തങ്ങളോട് ചോദിക്കാം, തങ്ങളെ നിങ്ങളുടെ ഉമ്മത്തിനൊക്കെ ഇത് ബുദ്ധിമുട്ടാവൂലേ ഇത്രയും തോന്നുന്ന നിസ്കാരം ഉണ്ടായാൽ? ഒരു ദിവസം 50 സമയത്തൊക്കെ നിസ്കരിച്ചാലേ പിന്നെ വേറെ എന്തിനാ സമയം കിട്ടുക? നമ്മൾ ക്ഷീണിക്കൂലേ? നമുക്ക് ബുദ്ധിമുട്ടാവൂലേ? എൻ്റെ മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്യൂല, അത് ബുദ്ധിമുട്ടാവൂലേ എന്ന് ചോദിച്ചു. അങ്ങനെ നബി തങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എന്നെ പോയിട്ട് എന്ത് ചെയ്തു? ഇത് കുറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? 50 എന്നുള്ളത് 45 ആക്കി. അങ്ങനെ വീണ്ടും തിരിച്ചു പോരാ. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? മൂസാ നബിനെ കണ്ടു. അങ്ങനെ എന്ത് ചെയ്തു? വീണ്ടും തിരിച്ചെന്നെ പോയി ഇത് വീണ്ടും കുറക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 9 പ്രാവശ്യം എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു? നമുക്ക് 5 നേരമാക്കി നമ്മുടെ നിസ്കാരം. 50 എന്നുള്ളത് 5 എണ്ണാക്കി. അതാണെന്ത് നമ്മൾ ഇസ്ലാം കാര്യത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ, 5 വക്ത് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിവിടെ പഠിക്കുന്നത്. അങ്ങനെ നബി തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ത് ചെയ്തു? 50 എന്നുള്ളത് 5 എണ്ണാക്കി. എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാ അല്ലേ? നമ്മളിങ്ങനെ 50 പ്രാവശ്യമൊക്കെ ഒരു ദിവസം നിസ്കരിക്കാൽ നമുക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്? നബി തങ്ങൾ ബുദ്ധിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എന്ത് ചെയ്തത്? അത് 5 എണ്ണാക്കിയിട്ട് കുറച്ചത്. എങ്ങനെയുണ്ട് നമ്മുടെ കഥ? ഇഷ്ടപ്പെട്ടാ? ചിലർക്കൊക്കെ ഇത് അറിയുമായിരിക്കും അല്ലേ? നിങ്ങൾ ഉപ്പച്ചിമാരൊക്കെ പറഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് നമ്മുടെ നിസ്കാരം ഉണ്ടായ കഥ കേട്ടോ. അതിന് മുമ്പ് എന്തില്ലായിരുന്നു? നിസ്കാരമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് ശേഷമാണ് നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പം നമുക്ക് 5 സമയത്തുള്ള നിസ്കാരമുണ്ട്. നിസ്കാരത്തിൻ്റെ പേരും ആ നിസ്കാരം ഏതൊക്കെ സമയത്താണ് ചെയ്യുക എന്നൊക്കെ ഉള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റൂല അല്ലേ? പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് കൊടുക്കും ഓരോ സമയമാവുമ്പോൾ അല്ലേ? അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിസ്കരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫർള് നിസ്കാരത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് വേറെ ഒരുപാട് നിസ്കാരങ്ങളുണ്ട്, സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ നമുക്ക് വലിയ വലിയ ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യുക? എല്ലാം പഠിക്കാം. അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കിയാലോ? അസ്വലാത്ത്. എന്താണ് അസ്വലാത്ത് എന്ന് പറഞ്ഞാൽ? നിസ്കാരം. നിത്യം 5 നേരമുണ്ട് ഫർള് നിസ്കാരം. നിത്യമായും കൃത്യമായും വേണം നിസ്കാരം. തിരിഞ്ഞാണ് വഹർ എന്ന നിസ്കാരം. വൈകുന്നേരമാണ് അസർ എന്ന നിസ്കാരം. സന്ധ്യ നേരത്താണ് മഗ്‌രിബ് എന്ന നിസ്കാരം.
രാത്രി നേരത്താണ് ഇശ എന്ന നിസ്കാരം, പുലരി വരും നേരത്താണ് സുബഹ് നിസ്കാരം, പതിവ് തെറ്റിടാതെ വേണം 5 നിസ്കാരം. എന്നെക്കൊണ്ട് ഇങ്ങനെ പാടാനേ പറ്റുള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് പാടുന്ന മക്കളാണല്ലേ. ഉഷാറായിട്ട് എന്ത് ചെയ്യുക, ഈ പാട്ട് പഠിക്കാം കേട്ടോ. ഈ പാട്ട് പഠിച്ചാൽ നിസ്കാരവും നിസ്കാരത്തിൻ്റെ സമയമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, നിത്യം 5 നേരമുണ്ട്. എന്തുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും എന്തുണ്ട്, നമുക്ക് 5 നേരത്തെ ഫർള് നിസ്കാരമുണ്ട് അല്ലേ. നിത്യമായും കൃത്യമായും വേണം നിസ്കാരം. നമ്മൾ നിത്യമായിട്ട് എന്നും ചെയ്യണം. അതേപോലെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതേ സമയത്തിന് എന്ത് ചെയ്യുക, നമ്മൾ അത് ചെയ്യണം. പിന്നെ ഉച്ച തിരിഞ്ഞാണ് ളുഹർ എന്ന നിസ്കാരം. ഉച്ചക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ളുഹർ നിസ്കരിക്കുക. ഉച്ച തിരിഞ്ഞേ ളുഹർ, ഉച്ചക്ക് നമ്മൾ എന്ത് ചെയ്യും, ളുഹർ നിസ്കരിക്കും അല്ലേ. നമ്മൾ ഉച്ചക്ക് എന്ത് ചെയ്യും, പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് കൊടുക്കും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ളുഹർ നിസ്കരിക്കുക. അപ്പോൾ ളുഹറിൻ്റെ സമയമാണ് ഉച്ച തിരിഞ്ഞേ, ഉച്ചക്ക് ഉച്ച തിരിഞ്ഞാണ് ളുഹർ. വൈകുന്നേരമാണ് അസർ. വൈകുന്നേരം എന്ത് ചെയ്യും, നമ്മൾ അസർ നിസ്കരിക്കും. പിന്നെ സന്ധ്യ നേരത്താണ് മഗ്‌രിബ്. സന്ധ്യ നേരം എന്ന് പറഞ്ഞാൽ എന്താ, വൈകുന്നേരം കഴിഞ്ഞു പക്ഷെ രാത്രിയായിട്ട് ആയിട്ടില്ല, ആ ഒരു സമയം അല്ലേ. നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് കഴിഞ്ഞ് ഇരുട്ടാവുന്ന സമയമാണ് എന്ത്, സന്ധ്യ. ആ നേരത്താണ് എന്ത് ചെയ്യുക, നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കുക. നമ്മൾ കളിച്ച് കഴിഞ്ഞ് കളിയൊക്കെ നിർത്തി അകത്തൊക്കെ കയറില്ലേ മഗ്‌രിബാവുമ്പോൾ. അപ്പോൾ സന്ധ്യ നേരത്താണ് മഗ്‌രിബ്. അപ്പോൾ മഗ്‌രിബിൻ്റെ സമയമാണിപ്പോൾ സന്ധ്യ നേരം. പിന്നെ രാത്രി നേരത്താണ് ഇശ എന്ന നിസ്കാരം. രാത്രിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇശ നിസ്കരിക്കുക. ഇശാൻ്റെ സമയം രാത്രി. പിന്നെ പുലരി വരും നേരത്താണ് സുബഹ്. പുലരി വരും നേരം എന്ന് പറഞ്ഞാൽ എന്താ, സൂര്യൻ ഉദിക്കണ കുറച്ച് മുന്നേ അല്ലേ. നമ്മൾ മഗ്‌രിബിക്ക് എന്ത് ചെയ്യും, സൂര്യൻ അസ്തമിച്ച് രാത്രിയാവും. ആ രാത്രി കഴിഞ്ഞ് രാവിലെ ആകുന്നതിൻ്റെ മുമ്പ് സുബഹ്ക്ക് എന്ന് പറയും അല്ലേ. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സുബഹ് നിസ്കാരം. പുലരി വരും നേരത്ത് പതിവ് തെറ്റിടാതെ വേണം 5 നിസ്കാരം. പതിവ് തെറ്റാതെ എന്നും എന്ത് ചെയ്യുക, 5 നിസ്കാരം നമ്മൾ നിസ്കരിക്കുക. നമ്മൾ 2ാം ക്ലാസ്സിൽ എന്ത് ചെയ്യും, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നിസ്കാരത്തിൽ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് പഠിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 5 നിസ്കാരം നിസ്കരിക്കണം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ നിസ്കാരങ്ങൾ, ളുഹർ, അസർ, മഗ്‌രിബ്, ഇശാ, സുബഹ്. പറഞ്ഞേ, ളുഹർ, അസർ, മഗ്‌രിബ്, ഇശാ, സുബഹ്. ളുഹർ, അസർ, മഗ്‌രിബ്, ഇശാ, സുബഹ്. ഉച്ച തിരിഞ്ഞ് ളുഹർ, വൈകുന്നേരം അസർ, സന്ധ്യ നേരത്ത് മഗ്‌രിബ്, രാത്രി നേരത്ത് ഇശാ, പുലരി വരും നേരത്ത് സുബഹ്. അപ്പോൾ നമ്മളോട് ചോദിക്കും, വൈകുന്നേരം ഏതാ നിസ്കാരം, പുലരിക്ക് ഏതാ നിസ്കാരം, സന്ധ്യയ്ക്ക് ഏതാ നിസ്കാരം, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ നിസ്കാരത്തിൻ്റെ പേരും കൂടി കിട്ടണം. അപ്പോൾ ഓരോ നിസ്കാരവും ആ നിസ്കാരത്തിൻ്റെ സമയം എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമുക്ക് പഠിക്കണം. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ളുഹർ എപ്പോഴാണ് നിസ്കരിക്കുക, രാത്രി ഏതാ നിസ്കാരം, സുബഹിൻ്റെ സമയം എപ്പോഴാ, അങ്ങനെ എങ്ങനെ ചെയ്യും. ചിലപ്പോൾ നിസ്കാരത്തിൻ്റെ പേര് ചോദിച്ചിട്ട് അതിൻ്റെ സമയം ചോദിക്കും, ചിലപ്പോൾ സമയം ചോദിച്ചിട്ട് അപ്പോൾ ഏതാ നിസ്കാരം എന്ന് ചോദിക്കും. അപ്പോൾ 5 നിസ്കാരവും ആ നിസ്കാരത്തിൻ്റെ സമയം എന്ത് ചെയ്യണം, ഉഷാറായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്കൊന്നും കൂടി പറഞ്ഞാലോ, ഉച്ച തിരിഞ്ഞ് ളുഹർ, വൈകുന്നേരം അസർ, സന്ധ്യ നേരത്ത് മഗ്‌രിബ്, രാത്രി നേരത്ത് ഇശാ, പുലരി വരും നേരത്ത് സുബഹ്. മാഷാ അല്ലാഹ്, അടിപൊളിയായിട്ട് പറയുന്നുണ്ട് എല്ലാവരും അല്ലേ.
ഇനി നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ. ഫസ്റ്റിൽ തന്നെ കാണുന്നുണ്ട് അല്ലേ, നിഖ്റഊ, നമുക്ക് വായിക്കാനാണ്. കുറച്ച് മലയാളത്തിൻ്റെ അക്ഷരങ്ങളും അതിൻ്റെ അറബി മലയാളം, അതായത് നമ്മൾ അറബിയിലാണ് എന്ത് ചെയ്യുക, അത് എഴുതുക, പക്ഷെ വായിക്കൽ എങ്ങനെയാ, മലയാളത്തിലാണ് അല്ലേ. അതാണ് എന്ത്, അറബി മലയാളം. നമ്മൾ LKG UKG പോകുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഈ അക്ഷരങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇതേതാ, ധ. ധ എന്നത് നമ്മൾ അറബിയിൽ എന്ത് ചെയ്യും, ഇങ്ങനെയാണ് എഴുതുക. ധ എന്ന് എഴുതിയിട്ട് ഒരു ഹ കൂടെ കൊടുക്കും. ധ കഥ എന്നൊക്കെ എഴുതൂലേ നമ്മൾ, അത് കേട്ടോ. അടുത്തത് ധ, നാ തിരിച്ചിട്ടിട്ടുള്ള ധ അല്ലേ. ധ ധ ദാലിട്ടിട്ട് ഒരു ഹ കൂടെ ഇട്ടാൽ എന്തായി, ധായി. നെക്സ്റ്റ് ള, നമ്മൾ വള എന്നൊക്കെ എഴുതും അല്ലേ. അങ്ങനെ എഴുതുക, നമ്മൾ ലോതിട്ടിട്ട് താഴെ മേലെയും പുള്ളിയിട്ടാൽ എന്തായി, ള ആയി. അടുത്തത് ഭ, ഭരണി എന്നൊക്കെ എഴുതുന്ന ഭ, അത് ബാവും ഹ വന്നാൽ എന്തായി, ഭായി. നെക്സ്റ്റ് ഫ. ഫ ഫ എങ്ങനെ എഴുതും, ഈ അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ എന്നല്ലേ. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പ എഴുതൂല, ആ അക്ഷരം അതിൻ്റെ കൂടെ ഒരു ഹായും കൂടെ ഇട്ടാൽ എന്തായി, ഫ ആയി അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഓരോ അക്ഷരത്തിൻ്റെയും വരുന്ന ഓരോ വാക്കുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. എന്താണ്, അതിഥി, അതിഥി. ബുധൻ, ബുധൻ. താളി, താളി. സഭ, സഭ. ഫലം, ഫലം. അപ്പോൾ ഈ ഓരോ അക്ഷരത്തിൻ്റെയും അറബി ലെറ്റേഴ്സ് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് എന്താണ്, നെസ്ലു നഖ്റു. നമുക്കിത് എന്ത് ചെയ്യുക, ഇങ്ങനെ ചേർത്ത് ചേർത്ത് വായിക്കാം. ഇവിടെ വലിയൊരു ബോക്സിൽ നിസ്കാരം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതെന്ത് ചെയ്യുക, ഇതിനോട് ഇങ്ങനെ കൂട്ടി കൂട്ടി ഓരോ വാക്കിനോടും കൂട്ടി കൂട്ടി എന്ത് ചെയ്യുക, നമുക്ക് വായിച്ചു നോക്കാം. നിസ്കാരം, നിത്യം ചെയ്യണം. നിസ്കാരം കൃത്യമായി ചെയ്യണം. നിസ്കാരം 5 നേരം ചെയ്യണം. നിസ്കാരം ഫർളാണ്. ഓക്കെ അല്ലേ. അടുത്തത് എന്താണ്, ചേർത്ത് വരച്ചു കൊടുക്കുക. ഇവിടെ ഓരോ നിസ്കാരത്തിൻ്റെ പേരും ഇവിടെ അതിൻ്റെ സമയം കൊടുത്തിട്ടുണ്ട്, തെറ്റായിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാച്ചായത് വരച്ചു കൊടുക്കുക. ലൊഹർ, ലൊഹറിൻ്റെ സമയം എപ്പോഴാ, ഉച്ച തിരിഞ്ഞേ. അസർ വൈകുന്നേരം. മഗ്‌രിബ് എപ്പോഴാ, സന്ധ്യക്ക്. ഇശാ രാത്രി. സുബ്ഹ് പുലരിക്ക്. അപ്പോൾ ലൊഹർ ഉച്ച തിരിഞ്ഞ്, അസർ വൈകുന്നേരം, മഗ്‌രിബ് സന്ധ്യക്ക്, ഇശാ രാത്രി, സുബ്ഹ് പുലരിക്ക്. 5 നിസ്കാരവും ആ നിസ്കാരത്തിൻ്റെ എന്തും സമയവും. അപ്പം നല്ല ഉഷാറായിട്ട് ഈ ബോക്സ് പഠിച്ചാൽ മതി കേട്ടോ. ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ 5 ഫർള് നിസ്കാരമുണ്ട്. എന്ത് ചെയ്യണം, നിത്യമായിട്ടും കൃത്യമായിട്ടും നമ്മൾ ചെയ്യണം. ലൊഹർ, അസർ, മഗ്‌രിബ്, ഇശാ, സുബ്ഹ്. ലൊഹർ ഉച്ചക്ക്, അസർ വൈകുന്നേരം, മഗ്‌രിബ് സന്ധ്യക്ക്, ഇശാ രാത്രി, സുബ്ഹ് പുലരിക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ടുണ്ടല്ലോ, ക്ലിയർ ആയിട്ടില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.